ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വാസികളായ നമ്മളെല്ലാവരും ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കാൻ വളരെ അത്യാവശ്യമാണ്. വിശ്വാസികളായ നമ്മൾ അവൻ്റെ വരവിനായി ഒരുങ്ങി കാത്ത് ഇരിക്കണം. ഇല്ല എങ്കിൽ അവൻ്റെ വരവിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകാനായിട്ടുള്ള എല്ലാ ചാൻസുകളുമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു, നമ്മളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട്. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ വരവിങ്കൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പല വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു സ്വസ്ഥതയില്ല, ചിലർക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ. പിന്നെ ചിലർക്ക് കടബാധ്യതയാലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങളാലുള്ള പ്രയാസങ്ങൾ, ആധി, അവിശ്വാസം എന്നൊരു ദുഷ്ടഹൃദയം, പ്രത്യാശ നഷ്ടപ്പെടുക, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, വചനം വായിക്കാനും ധ്യാനിപ്പാനും കുടുംബ പ്രാർത്ഥന നടത്തുവാനും സമയം കിട്ടാതെ ബിസി ആയിട്ടുള്ള ജീവിതങ്ങൾ, മക്കൾ വിശ്വാസത്തിൽ വരാതെ ലോകത്തിൻ്റെ പുറകെ പോയിട്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, ഇങ്ങനെ അനേക പ്രശ്നങ്ങളിൽ കൂടിയാണ് വിശ്വാസികളെന്ന് പറയുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും സഭകളിലും നാം ഇത് കാണുന്നുണ്ട്. നമ്മൾ സ്നാനപ്പെട്ടവരാണ്, എല്ലാ ആഴ്ചയിലും സഭായോഗത്തിന് പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സമാധാനമില്ല, ജയകരമായി ജീവിപ്പാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ജയകരമായി ജീവിപ്പാൻ കഴിയാത്തതെന്ന് നമ്മളൊന്ന് ആഴത്തിൽ നമ്മളതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബിസിയായ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലും ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് നമ്മളതിൻ്റെ പുറകെ വളരെ ബിസിയാക്കുന്നത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മളങ്ങനെ അതിനായിട്ട് ഓടി നടക്കുമ്പോൾ വചനം വായിപ്പാനോ ധ്യാനിപ്പാനോ ദൈവസന്നിധിയിൽ ഇരിപ്പാനോ ഒന്നും നമുക്ക് സമയം കിട്ടുന്നില്ല. അതുതന്നെയല്ല, നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ വചനത്തിൽ നോക്കി എങ്ങനെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് ധ്യാനിപ്പാനും പഠിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവിശ്വാസവും കോട്ടവുമുള്ളൊരു തലമുറയുടെ നടുവിൽ നമ്മൾ നീതിയോടെ ജീവിക്കണം, പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കണമെങ്കിൽ വലിയ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടാനായിട്ടാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിനാ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകത്തില്ല. അപ്പം നമ്മൾ എന്തുവാ വിശ്വസിച്ചത്? പിതാവ് അയച്ച പുത്രൻ മനുഷ്യ ജഡമെടുത്ത് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നാമും അവനോട് കൂടെ മരിച്ചു, അവനോട് കൂടെ അടക്കപ്പെട്ടു, അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മളുടെയും വലിയ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിക്കായിട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ നാം അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മളുടെ പഴയ മനുഷ്യനല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. അവിടം തൊട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു പുതു മനുഷ്യനായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നു. അവന് ഡോറൊന്നും തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു പുനരുത്ഥാനം ചെയ്ത ഒരു ആത്മീക ശരീരമായിട്ടാണ്, ഒരു പുതു മനുഷ്യനായിട്ട്. പക്ഷെ നമ്മളും അതുപോലെ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ്
ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ്റെ അടുത്ത്, പുത്രൻ ഇരിക്കുന്നിടത്ത് സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്നാ വചനം പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പം തന്നെ നമ്മൾ ഇരിക്കുന്നത് പുത്രനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിലാണെന്ന് ആത്മീയ കണ്ണുകൾ കൊണ്ട് നാം ഒന്ന് കാണണം. പിന്നെ നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് നാം തിരിച്ചറിയണം, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു. മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ ഇനിയില്ല. പിന്നെ ആരാ ഇപ്പോൾ ജീവിക്കുന്നത്? ഇതൊരു പുതിയ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാണ് നമ്മൾ. നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നോ ആദാമ്യ പാപമോ ഒന്നുമില്ല ഇനി നമ്മളിൽ. ആ വഴിയെല്ലാം മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യൻ, ആദാമ്യ പാപമുള്ളത്, മാതാപിതാക്കളുടെ ജീനിൽ നമുക്ക് കിട്ടിയത്, നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജഡപ്രകാരം നമ്മൾ ചെയ്തത്, അങ്ങനെ പാപിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു പഴയ മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴൊരു ശിശു ജനിച്ചു. സ്വർഗത്തിൽ അവൻ്റെ പേരെഴുതി, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി. ആ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്നുള്ളൊരു വാക്യം ഞാനത് എന്നെ വളരെ ചിന്തിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതുമായൊരു വാക്യമാണ്. അന്ധകാര്യം നമ്മൾ ആ വിശ്വാസം നമുക്കില്ല. നമുക്ക് വളരെ ഈസിയാണ് വെള്ളത്തിലോട്ടൊന്ന് മുങ്ങി, വെള്ളത്തിൽ നിന്ന് വന്ന് പൊങ്ങി, ഞാൻ ആ കൽപ്പന അനുസരിച്ചു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നെയും എന്നിട്ട് നമ്മളൊരു എക്സ്ക്യൂസ് പറയും. മനുഷ്യൻ ജഡത്തിലല്ലയോ ജീവിക്കുന്നത്. ഈ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ജഡത്തിന് എപ്പോഴും ഈ ലോകത്തിലോട്ടുള്ള ആശയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊരു കള്ളം പറയും. കള്ളം പറയുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ കാര്യത്തിന് പോലും. കഴിഞ്ഞ ദിവസം പോലും ഞാൻ പറഞ്ഞു, എന്തിനാ അങ്ങനെ നീ കള്ളം പറഞ്ഞത്? അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ചെറിയ കള്ളമല്ലേ, വൈറ്റ് ലൈസ്. ഇങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരും, നമുക്ക് നിരാശയൊക്കെ വരും, നമ്മൾ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞങ്ങ് ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ഇരിക്കുന്നവരെ ഒന്നും കർത്താവിൻ്റെ വരവെങ്കിൽ പോകാനായിട്ട് പറ്റത്തില്ല നിത്യതയിലെ. ദൈവത്തിൻ്റെ വരവിൽ നാം അവനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ നാം ജയാളികളായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ജയാളിയാണ്. നമ്മൾ റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ജയിക്കുന്നവന് ഞാൻ മന്ന കൊടുക്കും, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും, ജയിക്കുന്നവന് ജീവകിരീടം കൊടുക്കും. തോൽക്കുന്നവർക്ക് ആർക്കും അവിടെ പ്രവേശിക്കാനായിട്ട്, ദൈവത്തിൻ്റെ പർദീസയിൽ ദൈവത്തോടുകൂടെ പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല. കാര്യം, വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണ്. ആ വളരെ ചുരുക്കമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളായിത്തീരണമെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പുതിയ മനുഷ്യന് ഇവിടെ പോരാട്ടമൊന്നുമില്ല. പോരാട്ടം ഉണ്ട് നമുക്ക് ജഡത്തിലായതുകൊണ്ട്. പക്ഷേ എന്തുവാണ് ആ പോരാട്ടത്തിൽ? നാം ജയിച്ചവരാണ്, ജയിച്ചവൻ്റെ പക്ഷത്താണ്. യഹോവ നിസ്സി. ആ ജയത്തിൻ്റെ കൊടിക്കീഴിൽ നമ്മളങ്ങ് നടന്നാൽ മതി ധൈര്യത്തോടെ. നമ്മൾ തോൽക്കത്തില്ല. എന്ത് ചെയ്താൽ? വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിന്നാൽ. വിശ്വാസം എന്ന പരിച ഇല്ലാതെ നമ്മൾ ആ യുദ്ധക്കളത്തിലാണെങ്കിൽ നമ്മൾ തോൽക്കും. എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളോടും ദുഷ്ടാത്മസേനകളോടും ഒക്കെയാണ്. മനുഷ്യരോട് നമുക്കൊരു പോരാട്ടവുമില്ല. ആ വചനം നമ്മൾ വ്യക്തമായിട്ട് ഗ്രഹിക്കുവാണെങ്കിൽ നമ്മൾക്ക് ശത്രു ഇല്ല, മനുഷ്യരെ ശത്രു ഇല്ല. അവർ നമുക്കെതിരെ എന്ത് പറഞ്ഞാലും, അവർ നമ്മളെപ്പറ്റി എന്ത് കാണിച്ചാലും ശത്രു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല. അത് ആരാണ് ശത്രു എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും. ആ വചനം നമ്മൾ വിശ്വസിച്ചാൽ, വിശ്വാസത്താൽ നമുക്ക് ജയിക്കാം. ആരോടാണ്? നമ്മളുടെ വീട്ടിലെ സ്വന്തക്കാരോ അയൽക്കാരനോ ഒന്നും ശത്രുവല്ല എന്ന് നമുക്ക് നല്ലവണ്ണം ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അവരുടെ പ്രശ്നത്തിൽ നമുക്ക് അവരെ ചെന്ന് ആശ്വസിപ്പിക്കാനും പറ്റും. ഒട്ടും മനസ്സാക്ഷിക്ക് പ്രശ്നമില്ലാതെ വളരെ സ്നേഹത്തോടെ അവരെ നമുക്ക് ചെന്ന് ആശ്വസിപ്പിക്കാനും എല്ലാം നമുക്ക് സാധിക്കും. എന്തുണ്ടെങ്കിൽ ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ. നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? ആഴത്തിലുള്ളൊരു വിശ്വാസമായിരിക്കണം. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്, യേശു നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള സുബോധത്തിൽ ജീവിക്കുവാണെങ്കിൽ നമുക്ക് ഈ വിശ്വാസം എന്ന ഒരു പരിചയം മതി ഈ യുദ്ധത്തിൽ ഒരിക്കലും തോൽക്കാതെ മുമ്പോട്ട് പോകാൻ.
നമ്മളെ അപവാദം പറഞ്ഞാലും, നമുക്ക് പ്രശ്നങ്ങൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും നമുക്ക് ഭയം ഉണ്ടാവത്തില്ല, നമുക്ക് ആധി ഉണ്ടാവത്തില്ല. എന്താ കാര്യം? ദൈവമേ, എനിക്ക് ഈ രോഗം വന്നോ? നീ അറിയാതെ അല്ല, അങ്ങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വചനത്തിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നതിൻ്റെ തലയിലെ ഒരു മുടി പോലും ഞാൻ അറിയാതെ പൊഴിഞ്ഞു പോകുന്നില്ല എന്ന് ദൈവം പറഞ്ഞെങ്കിൽ നമ്മൾക്ക് വരുന്ന നഷ്ടങ്ങളോ നമുക്ക് വരുന്ന രോഗങ്ങളോ എല്ലാം ദൈവം അറിഞ്ഞിട്ട് തന്നെയല്ലേ. അപ്പോൾ അതിൽ കൂടി ദൈവത്തിന് നമ്മളെ എന്തോ പഠിപ്പിക്കാനുണ്ട്. ദൈവമേ, അങ്ങ് അറിയുന്നതിനായി സ്തോത്രം. ഈ അടുത്ത ഇടയിൽ എൻ്റെ ഒരു വീട്ടിൽ നിന്നൊരു സാധനം മോഷണം പോയി. അതെങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും വിലയേറിയ ഒരു ഡോക്യുമെൻ്റാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അത് തിരികെ കിട്ടാൻ അങ്ങയുടെ ഹിതമാണെങ്കിൽ തരണേന്ന്. പിന്നെ ഞാൻ തിരിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, ആര് കൊണ്ടുപോയെന്നൊന്നും. പക്ഷേ അങ്ങേക്കറിയാം. കാര്യം അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് അത് മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അങ്ങേക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ വസ്തു എവിടെയാണോ, ആരുടെ കൈവശമാണോ, എങ്ങനെ പോയോ ആ വ്യക്തിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യൻ ആരായാലും അദ്ദേഹത്തിന് ഒരു മനസ്സാന്തരം കൊടുക്കണമേ, സുബോധം കൊടുക്കണമേ, അദ്ദേഹത്തിനൊരു രൂപാന്തരം കൊടുക്കണമേ, അങ്ങയുടെ മകനായി തീരുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് വലിയ കൃപ തന്നു. എന്താണ് അങ്ങനെ തന്നതെന്നറിയാമോ? വിശ്വാസം കൊണ്ട്. എന്ത് വിശ്വാസമാണ്? ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെ ഉണ്ട്, എൻ്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്, എൻ്റെ ദൂതന്മാർ നിനക്ക് കാവലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നോട്ടം ഇല്ലാത്ത ഒരു നിമിഷം പോലും നമ്മളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. നമ്മളുടെ സമാധാനം നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എൻ്റെ സമാധാനം. അതാണ് നമ്മളുടെ സമാധാനം വ്യത്യാസമാണ്. ഒരു നഷ്ടങ്ങൾ വന്നാലും കഷ്ടം വരുമ്പോഴും ലോകർ മനുഷ്യരെ നിരാശപ്പെടുകയും കരയുകയും ദുഃഖിക്കുകയും അലറുകയും ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കഷ്ടങ്ങളിലും നമുക്ക് സന്തോഷിപ്പാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ സമാധാനം അങ്ങനെയാണ്. അപ്പോൾ ആ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താണ് നമ്മളുടെ ആശ? എന്താണ് നമ്മൾ കാണാത്ത കാര്യം? ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ നിത്യതയും ആ നിത്യ തേജസ്സും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കാണാതെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? കാണാത്ത കാര്യങ്ങൾ അതാണ്. ബാക്കി ഈ ഭൂമിയിലുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് സകലവും. ദൈവം എനിക്കൊരു കാറ് തരും, ഒരു വലിയ വീട് തരും, അത് തരും, അതെല്ലാം നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്. താൽക്കാലികമാണ്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ ഈ നിത്യമായ കാര്യങ്ങളിലേക്കുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശ്വാസം അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അല്ലാതെ എനിക്ക് നാളെ അത് കിട്ടും, ഇത് കിട്ടും. പല ദേവദാസന്മാരുടെ പ്രസംഗത്തിനും ലോകത്തിലെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിൽ അനുഗ്രഹം ഇല്ല എന്ന് പറയുന്നില്ല. ദൈവം തരുന്ന അനുഗ്രഹങ്ങളെല്ലാം നന്മയ്ക്കാണ്. പക്ഷേ നമ്മളുടെ പ്രാർത്ഥന, നമ്മളുടെ വിശ്വാസം എന്തുവായോ, എനിക്കറിയാം എൻ്റെ ദൈവം എനിക്കത് തരും, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടും. ഈ ലോകത്തിലെ കാര്യങ്ങളാണോ നമ്മൾ പറയുന്നത്? അങ്ങനെയല്ല. ആ വാക്യത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യം അത് ആ നിത്യത, ആ തേജസ്, നാം അവനോടുകൂടെ വസിക്കുന്നത്, ആ സ്വർഗീയ സിയോൻ, അതിനെപ്പറ്റിയുള്ള ആ വലിയ വിശ്വാസം, അത് നമ്മളെ ആ രക്ഷയിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മളുടെ വിശ്വാസം എന്തോ? അബ്രഹാം വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെയുണ്ട്. നഷ്ടങ്ങൾ സഹിച്ചു, വിശ്വാസത്താൽ ചിലർ ഭേദ്യമേറ്റു, വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ഉണ്ട് ആ എബ്രായരുടെ ലേഖനത്തിൽ, അല്ലേ? വിശ്വാസത്താൽ ചിലർ കർത്താവിന് വേണ്ടി ജീവിച്ചു, എന്നാൽ വിശ്വാസത്താൽ ചിലർ കർത്താവിന് വേണ്ടി മരിച്ചു. നമുക്ക് വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ വേണം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ കൂടാതെ നമുക്ക് കിട്ടുന്നില്ല. അത് നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ദാനമായിട്ട് പിതാവാൻ ദൈവം നമുക്ക് തന്നതുകൊണ്ടാണ്. ആ കൃപയാൽ നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. കൊരിന്ത്യരുടെ ലേഖനത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്ന് എഴുതിയിരിക്കുന്നത് തന്നെയാണ്.
വിശ്വാസം ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രത്യാശ ഉണ്ടാവുന്നത്? വിശ്വാസവും പ്രത്യാശയും ഇല്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിശ്വാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസം, ലോകത്തെ ജയിച്ച വിശ്വാസം, അല്ലേ? ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ പാപങ്ങളെ, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതാണ് ലോകത്തിൻ്റെ മേൽ നമുക്ക് ജയിക്കാനുള്ളത്. ഈ ലോകത്തെ ജയിക്കുവാൻ ഈ കൺമോഹത്തെയും ജഡത്തിൻ്റെ മോഹത്തെയും ജീവനത്തിൻ്റെ പ്രതാപത്തെയും എല്ലാം ജയിക്കണമെങ്കിൽ ഈ ഫെയ്ത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ ഫെയ്ത്ത് ആർക്കാ തരുന്നത്? നമ്മൾ അർജൻറ്റായിട്ട് കർത്താവേ എനിക്ക് വിശ്വാസം വേണം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ന് മാറിപ്പോവട്ടെ കർത്താവേ, അങ്ങയുടെ വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിശ്വാസം ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മൾ എന്തായി തീർന്നെന്ന് നമ്മൾ പറയുന്നത്? നീതിമാനായി തീർന്നു, അല്ലേ? വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ. അപ്പോൾ നമ്മളുടെ നീതീകരണവും എങ്ങനെയാണ്? വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിച്ചതും. വല്ല പ്രവൃത്തിയാലാണോ? അല്ല, ഒന്നും ചെയ്തിട്ടല്ല, പ്രവൃത്തികളും കാരണമല്ല. പക്ഷേ വിശ്വസിക്കുന്നവർ സൽപ്രവൃത്തികളെ ചെയ്യും, ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ എന്തുവാണ്? ഒരുത്തനെ വിശ്വാസത്താൽ നമുക്കിപ്പോൾ ബുദ്ധി കുറവുണ്ടെങ്കിൽ എന്താ? നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ പ്രാർത്ഥിക്കട്ടെ, ദൈവം അവന് ജ്ഞാനം കൊടുക്കും. നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ആ സ്വർഗീയ ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, ഇതെല്ലാം നമുക്ക് ദൈവം ധാരാളമായിട്ട് നൽകിത്തരും. ഈ ദുഷ്ടതലമുറയുടെ നടുവിൽ എങ്ങനെ കർത്താവെ വിശുദ്ധിയോടെ ജീവിക്കണം, ആരോടെന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്കത് നൽകിത്തരും പ്രാർത്ഥിച്ചാൽ. പ്രാർത്ഥിക്കാതെ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ അന്നത്തെ യേശുവിനോട് കൂടെ നടന്നപ്പോൾ പലതരം വിശ്വാസമുണ്ട്. ചിലർക്ക് അല്പവിശ്വാസം, അല്ലേ? ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കർത്താവിനോട് കൂടെ തോണിയിൽ പോകുമ്പോഴത്തേക്കും കാറ്റും കടലും കോപിച്ചു, അവരുടെ ബോട്ട് മുങ്ങുമാറായി. അവർ കർത്താവിനോട് പറഞ്ഞ് ഞങ്ങൾ നശിച്ചു പോവും നാഥ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞ്? അല്പവിശ്വാസികളെ, അല്ലേ? അല്പവിശ്വാസം. നമ്മളുടെ ജീവിത പടകിൽ കാറ്റും കടലും എല്ലാം വന്ന് നമ്മളെ തകർക്കാൻ പോകുമ്പോൾ നാഥൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളുടെ അമരത്ത് ഇരിക്കുവാണ്, അവൻ കൂടെ ഉണ്ട്. അവനെ ഒന്ന് ഉണർത്തിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് വിശ്വാസം, അത് എടുത്ത് ഉപയോഗിക്കാനുള്ള ആ ഒരു പരിജ്ഞാനം പരിശുദ്ധാത്മാവ് നമുക്ക് തരേണ്ടതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രശ്നങ്ങളുടെ നടുവിൽ എങ്ങനെ നിൽക്കണം? പിന്നെ ഒരു സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, പർവ്വതങ്ങൾ കുലുങ്ങിയാലും, അല്ലേ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൻ്റെ കോപം കൊണ്ട് ജലം ആർത്തിരച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്താ? നീ എന്നോട് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴും, ആർത്തലയ്ക്കും, പ്രശ്നങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. പക്ഷേ ഞാൻ കുലുങ്ങുകയില്ല. എന്താ? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതുപോലെ തന്നെ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലെ വിശ്വാസം എന്ന് പറയുന്ന ഒരു 60 പ്രാവശ്യമെങ്കിലും വിശ്വാസത്തെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശ്വാസം എന്ന വാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90 പ്രാവശ്യം പറയുന്നുണ്ട്. 90 പ്രാവശ്യം നമ്മൾ ദൈവപുത്രനെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അവനിൽ വിശ്വസിച്ച് നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിനാണ് ഇത് എഴുതുന്നതെന്നാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിലും വിശ്വാസത്തെപ്പറ്റി വളരെ വിശ്വസിക്കുന്നവർ ജയിക്കുന്നവർ, അല്ലേ, വരിക എന്ന് മണവാളൻ പറയുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂദായുടെ ലേഖനം എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഒരു വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുവാണ്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെയും പറഞ്ഞിരിക്കുന്നതാണ് നമ്മളുടെ അതിവിശുദ്ധ വിശ്വാസം. ഈ ദൈവസ്നേഹം നമ്മളിൽ കൂടുതൽ കൂടുതൽ വരണമെങ്കിൽ ഈ വിശ്വാസം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ദൈവം തന്നിരിക്കുന്ന ഈ വിശ്വാസത്താൽ മാത്രമാണ് പിതാവാം ദൈവത്തിൻ്റെ സ്വഭാവമായ അഗാപ്പേ ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ വസിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ലോക മനുഷ്യരുടെ സ്നേഹമായിരിക്കും നമുക്കും. ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കുന്ന സാധാരണ സ്നേഹം. അതിനെപ്പറ്റി അല്ല വചനം പറയുന്നത്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്ത സ്നേഹമാണ് അഗാപ്പേ സ്നേഹം. ആ സ്നേഹത്താലാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹിക്കേണ്ടത്. അവരുടെ നാശത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ, അവരിലേക്ക് ഈ രക്ഷയുടെ ഈ ദൂത് വിളിച്ചു പറയുവാൻ, അവരോട് കരുണ കാണിപ്പാൻ എല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ആത്മനിറവ് പ്രാപിക്കാൻ നമ്മളെ സഹായിക്കുന്നതും ഈ വിശ്വാസമാണ്, അല്ലേ? ആത്മനിറവ് പ്രാപിക്കാൻ വചനത്തിൽ പറഞ്ഞ് യോഹന്നാൻ്റെ സുവിശേഷം 7:38 പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മനിറവ് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് മാത്രമേ ജീവജലത്തിൻ്റെ നദി ഉറവയായി ഇങ്ങനെ പൊങ്ങി ഒഴുകിക്കൊണ്ടിരിക്കത്തുള്ളൂ. ആ ജീവജലം മറ്റുള്ളവർ കിട്ടിയിട്ട് അവർക്ക് ജീവൻ പ്രാപിക്കാനായിട്ട് ഇടയായി തീരും. ആമേൻ. നമ്മളുടെ രക്ഷയ്ക്ക് വിശ്വാസം ആവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിന് വിശ്വാസം ആവശ്യമാണ്. നമ്മളുടെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ ഒരു നിലനിൽപ്പ് ഇടയ്ക്ക് വെച്ച് തളർന്നു പോകാതെ, തകർന്നു പോകാതെ, വീണു പോകാതെ സ്റ്റഡിയായിട്ട് നിലനിൽക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. നമ്മളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിൻ്റെ നീതിമാൻ, നമ്മളുടെ നീതിയല്ല. എൻ്റെ നീതിമാൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നമ്മളെ നീതീകരിക്കുന്ന നീതി. അങ്ങനെ നീതിമാനായി തീർന്നവരെ പറ്റിയാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. അവൻ നമുക്ക് ആ വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിത്തരും. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ പിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളുടെ കൂടെ ഉണ്ട്. ആത്മാവെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനായി സ്തോത്രം. എന്നെ ഇന്ന് പകൽക്കാലം നിൻ്റെ ഹിതം അറിയിക്കണമേ. എൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ അനുവദിക്കല്ലേ. അങ്ങയുടെ ഹിതം എന്തെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന് ആ പാതയിൽ സഞ്ചരിപ്പാൻ എന്നെ സഹായിക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു മകളെ, മകനെ എന്ന് പറഞ്ഞ് കൈപിടിച്ച് നടത്തണം എന്നൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മുന്നോട്ട് നടത്തുവാൻ ആത്മാവാൻ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിത്ര സന്തോഷവും സമാധാനവും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ കുലുങ്ങിപ്പോകാത്തത്. പഴയ നിയമത്തിലാണെങ്കിൽ നമ്മൾ ദാനിയേലിനെ പറ്റി നോക്കിക്കോ. ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അല്ലേ അവനെ സിംഹക്കുഴിയിൽ ഇട്ടിട്ട് ഒരു കേടും പറ്റിയതായി കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇങ്ങനെ പയ്യെ കൊണ്ട് വെക്കുമായിരുന്നോ ചെയ്ത്, ഒരനർത്ഥവും വരാതെ എടുത്ത് എറിഞ്ഞങ്ങ് ഇട്ട് കൊടുത്ത് കാണും. വിശന്നിരിക്കുന്ന സിംഹങ്ങളുടെ കൂട്ടിനകത്തോട്ട് ഒറ്റ എറിഞ്ഞങ്ങോട്ട് ഇടുമ്പോൾ അവൻ്റെ ഒരു എല്ല് പോലും ഒടിഞ്ഞു പോകാതെ, അവൻ്റെ ശരീരത്തിനൊരു കേടുപോലും പറ്റാതെ, സിംഹം അവനെ തിന്നാതെ സിംഹത്തിൻ്റെ വായങ്ങ് അടച്ചു വെക്കുകയും, സിംഹം തിന്നില്ല, പക്ഷേ എടുത്തെറിഞ്ഞപ്പോൾ അവൻ്റെ തല പൊട്ടി, കൈയുടെ എല്ലൊടിഞ്ഞു, അങ്ങനെ വല്ലതും വചനത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഒരു കേടുപോലും പറ്റാതെ ദൈവം അവനെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ സംരക്ഷണം കൊണ്ടാണ്. ആമേൻ. അതുകൊണ്ട് വിശ്വാസത്താലാണ് നമ്മൾ എല്ലാ പ്രതികൂലങ്ങളിലും നിലനിൽക്കാൻ നമുക്ക് കഴിയുന്നത്. സ്നാനപ്പെടുമ്പോൾ നാം അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ പഴയ മനുഷ്യനിനി ഇല്ലേ ഇല്ല. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയാണ്. എൻ്റെ പഴയ ഒരു സ്വഭാവം എൻ്റെ ജഡത്തിലില്ല. ഇവിടെ എനിക്ക് കോപിക്കാൻ പറ്റുന്നില്ല, പിണങ്ങാൻ പറ്റുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അതുപോലെ മറ്റുള്ളവരെ ശപിക്കാൻ പറ്റുന്നില്ല, മോഷ്ടിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ മക്കളെ കൊണ്ട് പാപം ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മൾ എന്താ പിന്നെയും പാപം ചെയ്യുന്നെങ്കിൽ നമുക്കൊരു വലിയ മാറ്റം വേണ്ടി വരുന്നു.
പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. നമ്മളതുകൊണ്ട് വളരെ വിശുദ്ധിയോടെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഈ ദുഷ്ടൻ്റെ തീയമ്പുകളെല്ലാം കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. വളരെ ബിസിയാണെന്നും പറഞ്ഞ് ലോകത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മൾ ഒരു ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയാണ്, ഒരു വെള്ളത്തിൻ്റെ കുമിള പോലെയാണ്. അങ്ങോട്ട് പോകുന്ന മനുഷ്യൻ തിരിച്ചിങ്ങോട്ട് വന്നു കയറുമോയെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ വിശ്വാസിയാ, ഞാൻ സ്നാനപ്പെട്ടതാ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഒരു ദിവസം കണക്ക് പറയേണ്ട നാഴിക വരും. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. നമ്മൾ ക്രിസ്തുയേശുവിൽ മരിക്കണം. ക്രിസ്തുയേശുവിൽ ജനിച്ച് ക്രിസ്തുയേശുവിൽ ജീവിച്ച് ക്രിസ്തുയേശുവിൽ മരിക്കുവാണെങ്കിൽ നമുക്ക് ശിക്ഷാവിധിയില്ല. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മെ ഇതിനായി സഹായിക്കുമാറാകട്ടെ.